നമ്മുടെ പെരിന്തൽമണ്ണയിലുള്ള ഒരു ഉസ്താദിന്, ഒരു ഖത്തീബിന് ഒരു സംശയം. എന്താണ് ആ സംശയം? നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കാം. ഈ പെരിന്തൽമണ്ണയിൽ വെച്ചുകൊണ്ട് തന്നെ നടത്തിയ സംസാരിച്ച ആ സംസാരം എന്താണ് അദ്ദേഹത്തിനുണ്ടായ ആ സംശയം? നിങ്ങളെ വിഷമിപ്പിക്കാനൊന്നും പറയില്ല. സത്യത്തിൽ എന്താ വെച്ചാൽ ഒരു കഴിഞ്ഞ കാലത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒന്നും അറിയില്ലായിരുന്നില്ലേ എന്ന് നമ്മളിപ്പോ സംശയിച്ചു. കാരണം തൗഹീദ് എന്താന്ന് മനസ്സിലാവാത്തവരുടെ കഥ എന്താണ്? എന്താ ഈ പറഞ്ഞത്? വ്യക്തമായില്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമായി കേട്ടോ. എന്താ അദ്ദേഹം പറയുന്നത്? ഒന്നും നിങ്ങളെ വിഷമിപ്പിക്കാനൊന്നും പറയില്ല. സത്യത്തിൽ എന്താ വെച്ചാൽ ഒരു കഴിഞ്ഞ കാലത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒന്നും അറിയില്ലായിരുന്നില്ലേ എന്ന് നമ്മളിപ്പോ സംശയിച്ചു. കാരണം തൗഹീദ് എന്താന്ന് മനസ്സിലാവാത്തവരുടെ കഥ എന്താണ്? തൗഹീദ് എന്താണെന്ന് മനസ്സിലാകാത്തവരുടെ കഥ എന്താണ്? ആർക്കാണ് ഈ തൗഹീദ് മനസ്സിലാകാതെ പോയത്? കഴിഞ്ഞ കാല മുജാഹിദുകൾക്ക് തൗഹീദ് മനസ്സിലാകാതെ പോയോ എന്ന് സംശയിക്കുകയാണ് പോലും. മറ്റാരുമല്ല ഈ പേര് പറയാതെ. ശബ്ദം കേട്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. ശബ്ദം കേട്ടിട്ട് അങ്ങനെ സംസാരിക്കേണ്ട ആളല്ല. ഇത് ജീവനുള്ള ആളാ, ഹയ്യാണ്, ഹാദിറാണ്, നമ്മുടെ ഖത്തീബാണ്, ഹാരിസ് ബിൻ സലീം തന്നെയാണ്. അപ്പൊ കഴിഞ്ഞ കാല മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാൽ പെടുക? ഈ കഴിഞ്ഞ കാല നമ്മളൊക്കെ ഇപ്പൊ ഹയ്യായ ഹാദിറായ ഇപ്പൊ നിലവിലുള്ള മുജാഹിദുകളാണല്ലോ. ഈ കഴിഞ്ഞ കാല മുജാഹിദുകൾക്ക് തൗഹീദ് മനസ്സിലാകാതെ പോയോ എന്ന് പറഞ്ഞാൽ ഇപ്പോ തൗഹീദ് പഠിച്ച ഏതവനാണ് പുതുതായി ഇവിടെ കടന്നു വന്നത്? പുതിയൊരു ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, നിങ്ങൾ പഠിപ്പിക്കുന്ന തൗഹീദ് പുതിയതാണ്, അപ്ഡേറ്റഡ് ആണ്. മുൻകാല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടല്ലത്. നിങ്ങൾ നോക്കൂ, അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഇതെന്താ നമ്മൾ ശിർക്കിലാണെന്ന് പറയണമെങ്കിൽ ഏറ്റവും നന്നായി തൗഹീദ് പറഞ്ഞ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ തൗഹീദക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ശിർക്കിലാന്ന് പറയണമെങ്കിൽ അവർക്ക് തൗഹീദ് മനസ്സിലായില്ല എന്നല്ല. എന്താണ് ആ പറയുന്നതിന്റെ ഒരു അബദ്ധം നിങ്ങൾ ആലോചിച്ചിട്ടുള്ളത്? ഇവിടെ ഈ സുന്നികളായ ആളുകൾക്ക് ശിർക്ക് സ്ഥാപിക്കാൻ വേണ്ടി അവർ സൂറത്തു തഹരീമിൽ ഒരു ആയത്ത് പറയുന്നുണ്ട്. ഞാൻ ആർക്കെങ്കിലും ഈ കൂടുതൽ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ വെച്ചിട്ട് പറയാം. സൂറത്തു തഹരീമിലെ ഒരായത്ത്, യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർളാത അസ്വാജിക് എന്ന് പറയുന്നൊരു സൂറത്തുണ്ട്. ആ സൂറത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരെ നബിന്റെ ഭാര്യമാരൊരു ഗൂഢമായ ഒരു തന്ത്രം ആവിഷ്കരിച്ചു. അതിന് അള്ളാഹു നബിനെ പറഞ്ഞു കൊടുത്ത് രക്ഷപ്പെടുത്തിയ സംഭവം പറയുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, നിനക്ക് രക്ഷകരായി കൊണ്ടുവന്നിട്ട് സ്വാലിഹുൽ മുഅ്മിനീനുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്, മലായിക്കത്തുണ്ട്, വൽ മലായിക്കത്തു ബഅദ ദാലിക ദഹീർ. ആ ആയത്ത് വെച്ചിട്ട് ഇവിടുത്തെ ഉസ്താദുമാരെന്താ പറയുന്നത്? മലക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത ലോകത്തുള്ള അഭൗതികമായിട്ടുള്ള അള്ളാന്റെ സൃഷ്ടികളാണ്. ആ മലക്ക് സഹായിക്കുമെന്ന് ഖുർആനിലില്ലേ? ഇല്ലേ? ആ മലക്ക് സഹായിക്കുമെന്ന് ഖുർആനിലില്ലേ? അതേപോലെ തന്നെയാണ് സാലിഹുൽ മുഅ്മിനീനും ബദരീങ്ങളും മമ്പറത്തങ്ങളും മുഹിയദ്ദീൻ ശൈഖും ഒക്കെ നമ്മളെ സഹായിക്കും. അപ്പൊ മലക്ക് സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ തെറ്റില്ലെങ്കിൽ, ശിർക്കില്ലെങ്കിൽ, ബദരീങ്ങൾ സഹായിക്കുമെന്ന് വിചാരിച്ചാലും ശിർക്കില്ല. ഇതാണ് സുന്യാള തൗഹീദ്. കേൾക്കണ സുന്യാള തൗഹീദ്. അപ്പൊ നമ്മൾ എന്തേ മറുപടി പറഞ്ഞു കൊടുത്തു? നമ്മൾ മറുപടി പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞ അള്ളാഹുവിന്റെ കഴിവിന് മാത്രമേ എന്ത് പറയാൻ പറ്റുള്ളൂ? അഭൗതിക കഴിവ് എന്ന് പറയാൻ പറ്റുള്ളൂ. വേറെ ഒരാളെ കഴിവിനും പറയാൻ പറ്റില്ല. അള്ളാന്റെ കഴിവിന് ഒരു പേരിട്ടാൽ ആ പേര് മറ്റൊരാളെ കഴിവിനും പറയാൻ പറ്റില്ല. അത് മറുപടിയാകോ? അങ്ങനെ മറുപടി പറഞ്ഞാൽ മറുപടിയാകോ? എന്താ മുസ്ലിയാർ ചോദിച്ച ചോദ്യം? ഈ കണ്ണന പ്രസംഗം പഠിപ്പിച്ചേരാ. ഗണ്ണന പ്രസംഗത്തിന് പോകാത്ത കുറവാത്. അങ്ങനെ പറഞ്ഞാൽ അത് മറുപടിയാകോ? ഉദാഹരണം കേട്ടോ. എന്താ ഉസ്താദ് ഓതുനായത്? ഈ ആയത്തോതി മുസ്ലിയാക്കന്മാരെന്താ പറഞ്ഞത്? മലക്കുകൾ അഭൗതികമാണ്, അവർ നമ്മെ സഹായിക്കുന്നു. ഇതുപോലെ ആത്മാക്കൾ, സാലിഹുൽ മുഅ്മിനീങ്ങൾ, ബദരീങ്ങൾ, ആ ബദരീങ്ങൾ അവര് അഭൗതികമാണ്. മലക്കുകൾ അഭൗതികമായി സഹായിക്കുന്നത് പോലെ അതുപോലെ തന്നെ ഈ മരിച്ചുപോയ ആളുകളും സഹായിക്കും. അതിന് മറുപടി എന്താ പറഞ്ഞു കൊടുക്കണത്? അല്ലാഹ് മാത്രമാണ് അഭൗതികം. അതിന് മറുപടി പറയുമ്പോ അല്ലാഹ് മാത്രമാണ് അഭൗതികം എന്ന് പറഞ്ഞാൽ മറുപടിയാവോ? അപ്പൊ സ്വാലിഹുൽ മുഅ്മിന്റെ അർവാഹോ, ഈ ബദരീങ്ങളുടെ അർവാഹോ?
അപ്പൊ അത് അഭൗതികമല്ല, ഭൗതികമാണ്. ഈ ഒരു ആയത്തോതി വിശദീകരിക്കുമ്പോൾ അതിന് അല്ല മാത്രമാണ് അഭൗതികം എന്ന് മറുപടി പറഞ്ഞാൽ എങ്ങനെയാണ് മൗലവി മറുപടിയാവുക? കാരണം റൂഹ് അല്ലയാണോ? ആത്മാക്കൾ അല്ലയാണോ? ബദരീങ്ങൾ അല്ലയാണോ? ഉഹുദീങ്ങൾ അല്ലയാണോ? അപ്പോ ഒപ്പിക്കാൻ നോക്കുകയാണ്. ഒരു ആയത്തോതിയിട്ട് തന്റെ മുന്നിലിരിക്കുന്ന ഖൗമിനെ പറ്റിക്കുകയാണ്, കബളിപ്പിക്കുകയാണ്. ഇതിനെങ്ങനെയാണ് അഭൗതികം അല്ല മാത്രമാണെന്ന് പറഞ്ഞ മറുപടിയാവൽ? ജിബ്രീൽ സഹായിക്കുന്നു. അപ്പൊ എന്താ അത്? അല്ല മാത്രമാണ് അഭൗതികം, അപ്പൊ ജിബ്രീൽ ഭൗതികം. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ, അല്ല മാത്രമാണ് അഭൗതികം, മലക്കുകളൊക്കെ ഭൗതികം. വസ്വാലിഹുൽ മുഅ്മിനീൻ, അതിനിടക്ക് അതിനെയാണ് ബദരീങ്ങൾ എന്ന് മൂല്യർ അർത്ഥം വെക്കുന്നത്. അപ്പോഴും മറുപടി എന്താ പറയേണ്ടത്? റൂഹ് ഭൗതികം, അല്ലാഹു അഭൗതികം. അപ്പൊ ഇപ്പൊ സംഗതി തലയിരിഞ്ഞു പോയല്ലോ. അള്ളാന്റെ കഴിവിന് മാത്രം പറയുന്ന പേരെന്താ അറിയോ? മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് പറയാം. മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അള്ളാഹുവിന് മാത്രം കഴിയുന്നു. അള്ളാഹുവിന് മാത്രം കഴിയുന്നത് വേറെ ആർക്കും കഴിയില്ല. കഴിയുമെന്ന് വിശ്വസിച്ചാലോ അവൻ തൗഹീദിന് പുറത്തുപോയി. അപ്പൊ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കഴിവിന് മലയാളത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള കഴിവ്, അഭൗതിക കഴിവ് എന്നൊക്കെ പറയും. അള്ളാന്റെ കഴിവിന് എന്ത് പേരിട്ടാലും ആ കഴിവ് മറ്റൊരാൾക്കും ഉണ്ടെന്ന് പറയാൻ പാടില്ല എന്നാണ്. ആരാ പറഞ്ഞത്? ഭൂമി ലോകത്ത് മക്കയിലെ മുശ്രിക്ക് പറയൂ അത്? നിങ്ങൾ മനസ്സിലാക്കണം. എന്ത്? അള്ളാഹുവിന് പുറമെ തേടപ്പെടുന്ന ഒരു ശക്തി, അത് തേടുമ്പോൾ അത് തേട്ടം ഇബാദത്താകണമെങ്കിൽ അള്ളാഹുവിനെ പോലെ അയാളെ പറ്റി വിശ്വസിക്കണം പോലും. ഇതല്ലേ നമ്മുടെ നാട്ടിൽ നമ്മുടെ സമസ്തക്കാർ പറഞ്ഞ് സമതാണെന്ന് വിശ്വസിക്കണം, ഇലാഹാണെന്ന് വിശ്വസിക്കണം, എങ്കിലേ ശിർക്ക് വരുള്ളൂ. ഞങ്ങൾ അല്ലാഹുവിന്റെ വലിയുല്ലാഹി എന്നാ പറയുന്നത്, അല്ലാതെ അല്ലാന്നല്ല. അള്ളാന്റെ വലിയ എന്നാ പറയുന്നത്, അള്ളയാണ് എന്നല്ല. നേരെ മറിച്ച് മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് ഞങ്ങളെ സഹായിക്കുമെന്ന നിലക്ക് വലിയുല്ലാഹി, അള്ളാഹുവിന്റെ വലിയ എന്ന നിലക്കാണ് ഞങ്ങൾ അവരോട് തേടുന്നത്. അപ്പൊ അള്ളാനെ പോലെ ജിന്ന്, അള്ളാനെ പോലെ മലക്ക്, അള്ളാനെ പോലെ പ്രവർത്തിക്കുന്ന ശൈഖ്, ഇങ്ങനെ വിശ്വസിച്ചാലേ ശിർക്ക് വരുള്ളൂ. നിങ്ങൾ ഏത് പള്ളിന്ന് ഈ ഖുത്ബ പറയണേ? ഏത് തൗഹീദായി പറയുന്നത്? ഇനി കേട്ടോ ബാക്കി. അത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. വേറെ ആർക്കും ഇത് പറയാൻ പറ്റില്ല. അള്ളാന്റെ കഴിവിന്റെ പേര് അഭൗതിക എന്നാണ്. എന്നാ അഭൗതിക കഴിവ് മലക്കിനും ജിന്നിനുണ്ട് പറയാൻ പറ്റില്ല. കണ്ടോ, വേറെ ആർക്കും ഇത് പറയാൻ പറ്റൂല. നമ്മളൊക്കെ പറയണെന്താ? ഒരുപാട് അള്ളമാരുണ്ടെന്നാ, ഒരുപാട് അള്ളമാരുണ്ടെന്നാ നമ്മൾ പറയുന്നത്. ആകെ വിസ്റ്റംകാർ മാത്രമേ പറയുന്നുള്ളൂ. അള്ളാഹു ഏകനായ അള്ളാഹു എന്ന് പറയുന്നത് വിസ്റ്റംകാർ മാത്രം. ബാക്കിയുള്ളവരൊക്കെ ജിന്ന അള്ളയാണ്, മലക്കള്ളയാണ്, അള്ളാന്റെ കഴിവുള്ളവരാണ് എന്നൊക്കെ പറയണത്. ഇത് ഏത് നൂറ്റാണ്ടിൽ നിങ്ങൾ ഈ പ്രസംഗിക്കുന്നത്? ഇനി കേട്ടോ ബാക്കി. ബദരീങ്ങൾക്കുണ്ട് പറയാൻ പറ്റില്ല, ആർക്കുണ്ട് പറയാൻ പറ്റില്ല. ആ കഴിവ് അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമാണ്. നിങ്ങൾ കേട്ടോളിയും. ഇവിടുത്തെ നമ്മളല്ലാത്ത എല്ലാ മുജാഹിദീങ്ങളും പറഞ്ഞത് അഭൗതികമായ കഴിവ് ആർക്കുണ്ടെന്നാണ്? ജിന്നിനുണ്ട്, മലക്കുണ്ട്. അതാ വ്യത്യാസം. കണ്ടോ? അഭൗതികമായ കഴിവെന്ന് പറഞ്ഞ് ഇവരർത്ഥാക്കണത് അള്ളാഹ്ക്ക് മാത്രം ഉള്ളത്. അപ്പൊ ഞങ്ങളല്ലാത്ത ബാക്കിയുള്ള എല്ലാ മുജാഹിദുകളും ഇവിടെ പറയുന്നത് എന്താണ്? ജിന്ന് അള്ളാനെ പോലെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്, മലക്കുകൾ അള്ളാനെ പോലെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്, ബാക്കിയുള്ള പടപ്പുകളൊക്കെ അള്ളാനെ പോലെ. ഇങ്ങനെ ആരെങ്കിലും മുസ്ലിങ്ങൾ, നിങ്ങൾ ആരെങ്കിലും ഇവിടുത്തെ സമസ്തക്കാർ വിളിച്ച് നിങ്ങൾ ചോദിക്കൂ കൂട്ടരെ, ഇത് എവിടെ നിന്നിട്ട് ഈ പെരുന്തമണി നല്ല നുണ പൊട്ടിക്കണേ? ഇങ്ങനെ ആരാണോ വിശ്വസിക്കുന്നത്? കാര്യം ഇവർക്ക് വേറൊരു സാധനം ഇവിടെ കൊണ്ടുവരണം, അതിന് വേണ്ടിയിട്ട് മറിക്കുകയാണിത്. ജിന്നിന്റെ മലക്കിന്റെ കഴിവിന് അഭൗതിക കഴിവ്. അവരൊക്കെ ഒരു കാര്യകാരണത്തിന് ഉള്ളിലാണ്. മലക്കുകൾക്ക് അള്ളാഹു ഒരു സിസ്റ്റം ഉണ്ടാക്കി, അതിലവർക്ക് പ്രവർത്തിക്കാം. ജിന്നുകൾക്ക് അള്ളാഹു ഒരു സിസ്റ്റം ഉണ്ടാക്കി, അതിൽ പ്രവർത്തിക്കാം. പോത്തുകൾക്ക് ഒരു സിസ്റ്റം ഉണ്ടാക്കി, അതിൽ പ്രവർത്തിക്കാം. ആനക്ക് വേറൊരു സിസ്റ്റം ഉണ്ടാവും. ഒക്കെ ഓരോരുത്തർക്കും ഓരോ കഴിവിന് ഓരോ അള്ളാഹു നിശ്ചയങ്ങൾ, അതിന്റെ ഉള്ളിൽ നിന്ന് അവർക്കൊക്കെ പ്രവർത്തിക്കാം. അതാണ് വ്യത്യാസം. അതായത് ഓരോരുത്തർക്കും ഓരോ വ്യവസ്ഥയാണ്. ജിന്നിന്റെ വ്യവസ്ഥ നമ്മുടെ വ്യവസ്ഥയല്ല, അതാ വിഷയം. മലക്കിന്റെ വ്യവസ്ഥ നമ്മുടെ വ്യവസ്ഥയല്ല, മലക്കിന്റെ വ്യവസ്ഥ ജിന്നിന്റെയും വ്യവസ്ഥയല്ല, മലക്കിന്റെയും ജിന്നിന്റെയും വ്യവസ്ഥ മനുഷ്യന്റെ വ്യവസ്ഥയല്ല. ഓരോരുത്തർക്കും അതത് മേഖലകളിൽ നിന്ന് പ്രവർത്തിക്കാം, അതാണ് വിഷയം. അപ്പോ മനുഷ്യനെ സംബന്ധിച്ച് മലക്കിനെ നോക്കിയാലോ, മനുഷ്യനെ സംബന്ധിച്ച് ജിന്നിനെ നോക്കിയാലോ, മനുഷ്യനെ സംബന്ധിച്ച് ജിന്നും മലക്കും അഭൗതികമാണ്.
മനുഷ്യനെ സംബന്ധിച്ച് ജിന്നും മലക്കും അഭൗതികമാണ്. ആ വിഷയത്തിൽ തർക്കമുണ്ടോ? ഇത് ബഹുമാനായ ഉമർ മൗലവി, കെ ഉമർ മൗലവി ഖുർആൻ പരിഭാഷയും വ്യാഖ്യാനവും ഇതിപ്പോ ഇറക്കുന്നത് അദ്ദേഹത്തിന്റെ മകൻ മുബാറക്കാണ്. ഇവിടുന്ന് ഇങ്ങനെ വണ്ടി കയറിയ തിരൂർക്കാടി എന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അദ്ദേഹത്തെ. ഇതിൽ വളരെ കൃത്യമായി ഇതിന്റെ ഹിജ്ർ, സൂറത്ത് ഹിജ്റിൽ രേഖപ്പെടുത്തി വെച്ചു. ഞാനൊരു വിസ്റ്റം പ്രവർത്തകന്റെ വീട്ടിൽ ചെന്നപ്പോ അദ്ദേഹമായിട്ട് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അലമാരിക്കാത്ത ഈ തഫ്സീർ ഇങ്ങനെ ഇരിക്കണുണ്ടോ. ഞാൻ പറഞ്ഞു, ആ തഫ്സീർ ഇങ്ങോട്ട് എടുക്കുമെന്ന് ചോദിച്ചു. അത് ആരുടേതാണത്? അപ്പൊ പറഞ്ഞു, അത് ഉമർ മൗലവിയുടേതാണ്, പുതിയത് കിട്ടിയതാണ് എന്ന് പറഞ്ഞു. ഞാനൊന്ന് മറിക്കൊന്ന് സൂറത്ത് ഹിജ്ർ ഒന്ന് മറിച്ചേ. സൂറത്ത് ഹിജ്ർ മറിച്ചു, രണ്ടൊന്ന് വായിച്ചേ. അപ്പൊ മൂപ്പര് വായിക്കാൻ, മാ നുനസ്സിലുൽ മലായികത ഇല്ലാ ബിൽ ഹഖി വമാ കാനൂ ഇദം മുൻവരീൻ. ന്യായമായ കാരണത്താലല്ലാതെ നാം മലക്കുകളെ ഇറക്കുകയില്ല. മലക്കുകളെ നാം ഇറക്കിയാൽ അവർ അനുവദിക്കപ്പെടുന്നവരാവുകയില്ല. ഞാൻ പറഞ്ഞു, എന്റെ വായിക്കാൻ ഉമർ പോലും എഴുതിയിട്ടുണ്ടെന്ന് വായിച്ചേ. അപ്പൊ വായിച്ചു മൂപ്പര്, അല്ലാഹു, മലക്കുകൾ, ശൈത്വാൻ, ഇതെല്ലാം ഗൈബിയായ ബ്രാക്കറ്റിൽ അദൃശ്യമായ അഭൗതികമായ കാര്യങ്ങളാണ്. മൂപ്പര് ഇങ്ങനെ കുറെ ഒരു 2 മിനിറ്റ് ചെക്കായി. ഞാൻ തീർന്നില്ല, ബാക്കിയോടുണ്ട്. അഭൗതികവും അദൃശ്യവുമായ കാര്യങ്ങളിലാണ് പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ളവ വിശ്വാസം വേണമെന്ന് പറയുന്നത്. അഭൗതികവും അദൃശ്യവുമായ കാര്യങ്ങളിലാണ് വിശ്വാസം വേണമെന്ന് പറയുന്നത്. അദൃശ്യമായത് ദൃശ്യമായി കഴിഞ്ഞാൽ പിന്നെ വിശ്വാസത്തിന് പ്രസക്തിയില്ല. അപ്പൊ ഉമർ മൗലവി എന്താ എഴുതി വെക്കുന്നത്? മലക്ക്, ശൈത്താൻ, അള്ളാഹു അഭൗതിക സൃഷ്ടികളാണ്. എന്താ അതിന്റെ അർത്ഥം? അല്ല മാത്രമല്ല അള്ളയായി, പിന്നെയോ മലക്ക് അള്ളയാണ്, ശൈത്താൻ അള്ളയാണ്. അല്ലാഹു അക്ബർ. ഉമർ മൗലവി എഴുതും അങ്ങനെ. അപ്പൊ അഭൗതികമായത് എന്ന് പറഞ്ഞാൽ അത് അള്ളയായി മാറും എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ നോക്കൂ, പച്ച മലയാളത്തിൽ തിരൂർക്കാട് ഇവിടെ തൊട്ടടുത്താണല്ലോ, അവിടെ നിന്നല്ലേ മുബാറക് മൗലവി ഇറക്കുന്നത്. അതിലെന്താ പറയുന്നത്? അള്ളാഹു, മലക്കുകൾ, ശൈത്താൻ ഇതെല്ലാം അഭൗതികമായ കാര്യങ്ങളാണ്. അപ്പൊ അഭൗതികമായ കാര്യം എന്ന് പറഞ്ഞാൽ അള്ളയാകും എന്നാണെങ്കിൽ ശൈത്താൻ അള്ളയാണെന്ന് ഉമർ മൗലവി എഴുതി വെച്ചിട്ടുണ്ടോ? ചുമ്മാതല്ല മൂപ്പര് പറഞ്ഞത്. എന്ത് കഴിഞ്ഞകാല മുജാഹിദീങ്ങൾക്ക് തൗഹീദ് തിരിഞ്ഞില്ല. ഇപ്പൊ